ഇവക്ക് സങ്കടം ഭയങ്കരം കാക്കില്ലാണ്ട് ഇടക്കിടക്ക് കണ്ണിന്ന് വെള്ളം വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ചോദിക്കുമ്പോൾ ആൻസർ കൊടുക്കാണ്ടായി. ഇപ്പോൾ എത്ര ചേട്ടൻ പറഞ്ഞു കൊടുക്കും. ഉമ്മക്ക് സങ്കടം എന്ന് പറയുന്ന സങ്കടം തന്നെയാണ്. ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല നേരാവണ്ണോ. കേരളത്തിൽ തന്നെ നടക്കുന്ന കേസുകളാണ് ഈ മിസ്സിംഗ് കേസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ കേരളം തന്നെ ഒരുപാട് കാലമായിട്ട് മിസ്സിംഗ് കേസുകളുടെ ഒരു നിര തന്നെ ഉണ്ട്. രാഹുൽ മിസ്സിംഗ് കേസ്, ദിയ ഫാത്തിമ മിസ്സിംഗ് കേസ്, അങ്ങനെ ഒരുപാട്. ആ ഒരു സമയത്ത് ആ ഫാമിലി അനുഭവിക്കുന്ന ട്രോമ അതൊരിക്കലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത അത്രയും ട്രോമയൊക്കെ അത് അനുഭവിച്ച ഒരു ഫാമിലിക്ക് മാത്രമേ അത് എത്രത്തോളം വേദന ഉണ്ട് എന്ന് എന്തായാലും പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു മിസ്സിംഗ് കേസാണ്. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് ഇതിന്റെ എൻഡിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഷസിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ കണ്ണൂര് കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഒരു ദിവസം ഉമ്മ അവനോട് പറഞ്ഞ് നീ പോയി മുടി വെട്ടി വാ മോനെ എന്ന് പറഞ്ഞ് 100 രൂപ കയ്യിൽ കൊടുത്തിട്ട് അവനെ പറഞ്ഞയച്ചതാ. പിന്നീട് ആ മോൻ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഉമ്മ വളരെ നിർബന്ധിച്ച് ശാഠ്യം പിടിച്ചിട്ടാണ് അവനെ പറഞ്ഞയച്ചത്. മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പയ്യനെ അവനെ മുടി വെട്ടാൻ പറഞ്ഞയച്ചത് എന്തോ അവൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല. അവൻ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഏകദേശം 2 ആഴ്ചയോളം ആ മാതാപിതാക്കൾ തീ തിന്ന് ജീവിക്കുകയായിരുന്നു. ഇത് വല്ലതും ഷെസിൻ അറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പൂട്ടാറില്ല ഇത്, ഗേറ്റ് പൂട്ടക്കാറില്ല. രാത്രി 4 മണി കയറി കടന്നുകൊണ്ട് ചോദിച്ചാൽ ഗേറ്റും കൂടി പൂട്ടാറില്ല. ഇപ്പോൾ അവൻ അത്രയും പെട്ടെന്ന് കിട്ടി. അത്രയും കുഞ്ഞിപ്പള്ളിയിലെ വീട് ഷെസിനെ കാത്തിരിപ്പാണ്. ഉമ്മയും ഉപ്പയും അനിയത്തിമാരായ ഷിഫയും ഫാത്തിമയും എല്ലാവരും. കാക്കനെ ഞാൻ പറഞ്ഞു കാക്ക വരും, കാക്ക കേക്ക് മുറിക്കാൻ പോയതാണ്, കാക്ക വരും വന്നാൽ നമുക്ക് ബില്ല കേക്ക് മുറിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് സമാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഇവക്ക് സങ്കടം ഭയങ്കരം കാക്കില്ലാണ്ട് ഇടക്കിടക്ക് കണ്ണിന്ന് വെള്ളം വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ചോദിക്കുമ്പോൾ ആൻസർ കൊടുക്കാണ്ടായി. ഇപ്പോൾ എത്ര ചേട്ടൻ പറഞ്ഞു കൊടുക്കും. ഉമ്മക്ക് സങ്കടം എന്ന് പറയുന്ന സങ്കടം തന്നെയാണ്. ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല നേരാവണ്ണോ. ഈ മാസം 17-ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഷസിൻ. പിന്നീട് ഒരു വിവരവുമില്ല. ഉമ്മാനെ ഫോൺ കളിക്കുന്നുണ്ടായിന്. ഗെയിം കളിച്ചിട്ട് ഒമ്പറിന് മുടിയൂറി കേടാന്ന് പറഞ്ഞു പോയിട്ട് ഒരിക്കൽ പറഞ്ഞ് രണ്ടാമത്തെ പറഞ്ഞ ഫോൺ പിടിച്ചിട്ട് നിർബന്ധി പൈസ കൊടുത്തിട്ട് അയച്ചതാണ്. വേറെ കുട്ടികളുടെ ശൈലുണ്ടല്ലോ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പുരോഗതിയില്ല. CCTV കേന്ദ്രീകരിച്ചെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ഓരോന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് പേടിയാണ്. മിന്നാന്നാരോ കോഴിക്കോട് കണ്ടിരുന്ന നമ്മൾ കോഴിക്കോട് ഇരുന്ന് കാറെടുത്ത് പോയി കോഴിക്കോട് ടൗൺ മുഴുവൻ നോക്കി, അവിടെയുള്ള ഏരിയ ക്യാമറ മുഴുവൻ നോക്കി, എന്നിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി മാഫിയകളെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും എത്തിയല്ലോ എന്നേ പറയുന്നു. നമ്മൾ ഇന്നലെ ഒരു മിസ്സിങ്ങിൻ്റെ തന്നെ കണ്ടിട്ടില്ലേ. കയ്യിലാകെ 100 രൂപ, ഫോണില്ല, സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല. മുടിവെട്ടാൻ പോയ ഷസിൻ അടുത്തുള്ള കടകളിലും എത്തിയിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോയെന്നാണ് ഇതുവരെ ഉത്തരമില്ലാത്ത ചോദ്യം. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാണ്ട് വേറൊന്നും അതിൻ്റെ റിപ്ലൈ അധികം ഇല്ല അവരുടെ അടുത്ത്. പോലീസ് വേറെ സ്പീഡാക്കിയിട്ട് അങ്ങനെയാണ് നമ്മളെ മക്കളെ എൻ്റെ മോനെ കണ്ടെത്തി തരണം തന്നെ മെയിൻ. ആയിരിക്കും ഇപ്പോഴൊന്ന് പറയാനാ പോയ ശരിയായ മിസ്സിങ്ങാണ്. ഈ ഒരു മിസ്സിംഗ് ട്രോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരിക്കും. ഒരു മാതാവ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം നമ്മുടെ മക്കളെ കാണാതാകുന്ന സമയത്ത് ഉമ്മമാർക്ക് ഉണ്ടാകുന്ന വേദന ഒരു ഉപ്പാക്ക് അറിയാൻ പറ്റും. ആ ഒരു ഉപ്പാക്ക് ഒരു കുട്ടീനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാവും. ആ ഉപ്പ എത്രത്തോളം വിഷമിച്ചിട്ടാണ് ആ ഇരിക്കുന്നതെന്ന്. താഴെ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും അവരുടെ കണ്ണ് നിറയാറുണ്ട്. വീട്ടിലുള്ള ഒരു പ്രമുഖ വ്യക്തിയാണല്ലോ മിസ്സായിട്ടുള്ളത്. അപ്പം എന്തായാലും അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ലാതിരിക്കില്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് വീഡിയോ കണ്ട സമയത്ത് തോന്നിയത് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാളന കൂടുതലാണ്. പണ്ടുള്ള കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമ്മ തന്നെ ഒരുപാട് മക്കളെ പ്രസവിക്കും. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കാനോ പരിഗണന കൊടുക്കാനോ അവർക്ക് ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ റഫായിട്ട് വളരും മക്കൾ. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ 1 2 ആൾ കൂടിപ്പോയ 3 ആൾ അല്ലെങ്കിൽ ഏറിപ്പോയ 4 ആൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും പെട്ടെന്നൊരു ദിവസം അവരോട് ദേഷ്യപ്പെടുക വഴക്കിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ അത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അത് ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് സൂയിസൈഡ് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ കടും കൈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ അനുഭവിക്കുന്നത് സത്യത്തിൽ ആരാ? മാതാപിതാക്കളാണ്. ഇവരിങ്ങനെ ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റാതെ കുട്ടികൾ വേറെന്തൊക്കെയോ വഴിക്ക് ദുർമാർഗത്തിൽ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ എന്താ പറയുക, ഷെസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെസിൻ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരിക മീൻസ് അവനെ കണ്ടുപിടിച്ചു. അവൻ സ്വമേധയാ വന്നതല്ല, അവനെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അത് ബംഗളൂരുവിൽ വെച്ചിട്ടാണ് അവനെ കണ്ടത്. നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ അന്വേഷിച്ചു. ഏകദേശം 2 ആഴ്ചയോളം
തീ തിന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പക്ഷെ 2 ആഴ്ചയോളം അവൻ എങ്ങനെ ജീവിച്ചെന്ന് ഒരു പിടുത്തമില്ല. കാരണം എന്താ വെച്ചാൽ വെറും 100 രൂപ മാത്രമേ കയ്യിലുള്ളത്. അവിടെ നിന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ എത്ര കാശ് വേണം. അപ്പോൾ അവര് ഫാമിലിക്ക് പേടിയായിരുന്നു, വല്ല മാഫിയയോ റാക്കറ്റോ ആരെങ്കിലും അവനെ കൊണ്ടുപോയോ. കാരണം CCTV ദൃശ്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അവസാനം എന്തായാലും ബംഗളൂരുവിൽ വെച്ചിട്ട് ആളുകൾ അവനെ കണ്ടുപിടിച്ചു, തിരിച്ചറിഞ്ഞു. കാരണം വീഡിയോ ഒക്കെ ഔട്ടായി വൈറലായ സമയത്ത് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ നടത്തിയ പ്രയത്നത്തിന്റെ പുറത്ത് കുട്ടീനെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുകയും ബംഗളൂരു ഉള്ള ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ് ഇപ്പോൾ പ്രസന്റ്ലി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ എന്താണെങ്കിലും ആ ഒരു വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കക്കാട് നിന്ന് കാണാതായ 15-കാരനെ ബംഗളൂരുവിൽ കണ്ടെത്തി. ഷെസിനെ കാണാതായത് ഈ മാസം 17-നാണ്. കുട്ടിയെ കാണാതായത് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ശ്രാവൺ ചേരുന്ന വിവരങ്ങളുമായി. ശ്രാവൺ, എവിടെയായിരുന്നു ഷെസിൻ? എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകിട്ടിയത്? അബ്ജോദ്, ഷെസിന്റെ കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്ക് സന്തോഷ വാർത്തയാണ്. ഷെസിനെ ബംഗളൂരുവിൽ നിന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ഷെസിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയ വാർത്തയിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അങ്ങനെ ബംഗളൂരുവിൽ നിന്ന് ഷെസിനെ കണ്ടെത്തുകയുമായിരുന്നു. ഇപ്പോൾ ഒരു ബന്ധുവിനൊപ്പം ഷെസിൻ ബംഗളൂരുവിലുണ്ട്. ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് വരും. മറ്റു വിവരങ്ങൾ ഇവിടെ എത്തിയ ശേഷം അറിയാമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. കഴിഞ്ഞ ഈ മാസം 17-നാണ് രാവിലെയാണ് ഷെസിനെ കാണാതാവുന്നത്. മുടി മുറിക്കാൻ അമ്മ കൊടുത്തുവിട്ട 100 രൂപയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഷെസിൻ. പിന്നീട് ഈ കക്കാട് ഭാഗത്തേക്കാണ് പോയത്. പക്ഷെ അതിനുശേഷം ഷെസിനെ എവിടെയും കണ്ടിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷെസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 2 ആഴ്ച അന്വേഷിച്ചു പല സ്ഥലത്തും പോലീസ്, എന്നിട്ടും ഒരു തുമ്പൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീടാണ് ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയതും. അതിനുശേഷം ഈ വാർത്തയിലെ ദൃശ്യങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ബംഗളൂരുവിൽ ഷെസിനുണ്ടെന്ന് വിവരം നൽകുകയും അങ്ങനെ ബന്ധുക്കൾ അവിടെ എത്തി ഷെസിനെ കണ്ടെത്തുകയും ചെയ്തത്. ഇന്ന് രാത്രി തന്നെ ഷെസിനെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. അബ്ജോദ്, ഈ ഒരു കേസ് നടന്നിട്ട് ഏകദേശം 10 മാസമായി. ഈ മിസ്സിംഗ് കേസസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ആ പയ്യൻ എന്തായാലും ഷെസിൻ എന്തോ ദൈവത്തിന്റെ ഭാഗ്യത്തിൽ തിരിച്ച് വീട്ടിലെത്തി. അവനെന്ത് വേണമെങ്കിൽ സംഭവിക്കായിരുന്നു. വെറും 16 വയസ്സ് മാത്രമുള്ള പൊട്ട പ്രായത്തിലുള്ള ഒരു പയ്യനാണ്. അവൻ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് തിരിച്ച് നാട്ടിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കറക്റ്റ് പാരന്റിങ്, ഇന്നത്തെ കാലത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. അവരെ മേയ്ക്കാനും അവരെ വഴിക്ക് കൊണ്ടുവരാനും ഭയങ്കര പ്രയാസമാണ്. കാരണം ടെക്നോളജി അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്മെന്റ് അവരുടെ ജീവിതത്തിലുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട സമയങ്ങൾ, അവർക്ക് വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, പരിങ്ങലൊന്നുമില്ല. ഇഷ്ടപ്പെട്ടത്ര പൈസ എല്ലാവരുടെ കയ്യിലുണ്ട്. മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാലത്ത് ജീവിക്കുന്ന കുട്ടികളെ പണ്ടത്തെ പോലെ നമുക്ക് അവരെ അളക്കാൻ പറ്റില്ല. പല മാതാപിതാക്കൾ പറഞ്ഞു, ഞാൻ 5 കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയത്, എനിക്ക് ആകെ ഒരു യൂണിഫോമേ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളോട് അത് പറയാൻ പറ്റില്ല. കാരണം അവർ അതിലും മുന്നിലുള്ളൊരു കാലത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു പഴങ്കഥ പറയുന്ന പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കുക, പാരന്റിങ് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ കാലത്തെ കുട്ടികളെ എങ്ങനെ നമുക്ക് വഴിയിലേക്ക് കൊണ്ടുവരാം. പല ആളുകളും പറയാം മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ ഇല്ലെങ്കിലും പ്രശ്നമാണ്, അവർ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ മാതാപിതാക്കളുടെ കയ്യിലാണ് കാര്യങ്ങൾ. എങ്ങനെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം മാതാപിതാക്കൾക്ക്. അതിന് വളരെ നല്ല പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ നല്ലൊരു രക്ഷിതാവാണെന്ന് വിചാരിച്ച് തലയിൽ 2 കൊമ്പും വെച്ച് നടന്നു കഴിഞ്ഞാൽ മക്കൾ പല രീതിയിൽ വഴിപഴച്ചു പോകും. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്ത് അവരുടെ രീതിയിൽ കൊണ്ടുവരാൻ, അവരെ മനസ്സിലാക്കാൻ പാരന്റിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യൽ വളരെയധികം നിർബന്ധമാണ്. പിന്നെ കുട്ടികളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുക. തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മളൊക്കെ തിരക്കുള്ള മനുഷ്യന്മാരെ, ഇനിയിപ്പോൾ തിരക്കില്ലാത്ത വീട്ടമ്മമാരാണെങ്കിൽ പോലും, വീട്ടമ്മമാർ തിരക്കില്ലെന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. എന്താണെങ്കിലും വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും തിരക്കാം. ഒന്നാമത് നമ്മുടെ സമയം കൊല്ലുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺസും ആൻഡ് ഇന്റർനെറ്റാണ്. ഇത് രണ്ടും കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ സമയം മക്കൾക്ക് കൊടുക്കാനാണ്. കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കൂ, കുറച്ച് സമയം അവരെ കേൾക്കൂ, അവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അത് കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് നമ്മളെ തിരിച്ചും നമ്മൾക്ക് കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താ പറയുക, അത്രയാണ് ഈ ഒരു കേസിൽ മാതാപിതാക്കളോട് പറയാനുള്ളത്. കുട്ടികളോട് പറയാനുള്ളത്, ആരെങ്കിലും കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, മാതാപിതാക്കൾ ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, അല്ലെങ്കിൽ കുട്ടികളുടെ ശത്രുക്കളല്ല. കുട്ടികൾക്ക് നല്ലത് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 വ്യക്തികൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണ്. അവരെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിലെ, മുതു നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു കേസ് മനസ്സിലാക്കുക, എന്നിട്ട് ആ തിരിച്ചറിവിലേക്ക് വരിക. കുഴിയിൽ വീണവനല്ല, പണ്ട് എൻ്റെ വാപ്പ എന്നോട് പറയായിരുന്നു, കുഴിയിൽ വീണവനല്ല ബുദ്ധിമാൻ, മറ്റുള്ള ആൾ കുഴിയിൽ വീഴുന്നത് കണ്ട് അതിൽ വീഴാതിരിക്കുന്ന ആളാണ് ബുദ്ധിമാൻ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെറുതാൻ ബൈ.